എന്നെപ്പോലെ ഫുഡ് ഇഷ്ടമുള്ള, ഫുഡിനോട് ഭയങ്കര കൊതിയുള്ള എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. നല്ല വായിലിട്ട വെള്ളോറും അരിനെല്ലിക്ക അച്ചാർ. ഇത് നമ്മുടെ നാട്ടിൽ കാസർഗോഡ് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന മഞ്ഞൻ്റെ ഇല എന്ന് പറയും. മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കുന്ന ഒരു അടയാണ് ഇത്. നല്ല ദമ്മിട്ട ബിരിയാണി. ഈ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ഫീലാണ് അറിയോ. ഈ ദമ്മിട്ട ബിരിയാണി അടിയിൽ നിന്ന് ഇങ്ങനെ മസാലയൊക്കെ നമ്മളെടുക്കുമ്പോൾ ആ ഒരു മണവും ഇതിൻ്റെ ആ രുചിയും, പിന്നെ ഈ മസാല അടി വെച്ച് ഈ ചോറിങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് ഈ അച്ചാറും സലാഡും ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ എന്തൊരു അന്തസ്സ്. ഇത് നമ്മുടെ നല്ല പച്ച തേങ്ങാപ്പാലിൽ ശർക്കര ചേർത്തുണ്ടാക്കിയ തേങ്ങാപ്പാലും നല്ല ഇടിയപ്പം ആവി വരുത്തിയ നല്ല അടിപൊളി പുഴുക്കലരിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഇടിയപ്പത്തിൽ ചേർത്തിങ്ങനെ അത് കുതിരാൻ വെച്ച് അതിങ്ങനെ കൈകൊണ്ടിങ്ങനെ കുഴച്ച് ഇങ്ങനെ വാലിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, വേറെ ലെവലാണ്. കാസർഗോഡ് ഇടിയപ്പവും തേങ്ങാപ്പാലും. അതേപോലെ വേറൊരു സംഭവമാണ് നമ്മൾ നാട്ടിലെത്തുമ്പോൾ കിട്ടണ കോസ്റ്റൽ ഏരിയ ആയിട്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഈ മീൻ ഇങ്ങനെ കാണാൻ തന്നെ അതിൻ്റെ ഒരു മണവും ആ ഒരു കാണാനും ഒക്കെ ഒരു ഭയങ്കര ഫീലാണ്. നല്ല ഫ്രഷായിട്ടുള്ള നെയ്മീൻ കൊണ്ടുണ്ടാക്കിയ നിർവാണ, ഇതിൻ്റെ മണവും ആ രുചിയും. ഈ നിർവാണ ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ട് അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ ഇട്ട് അതിലോട്ട് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ, ഞാനിപ്പോൾ കഴിക്കുന്നത് നല്ല പത്തിരിയുടെ കൂടെയാണ്. അതൊരു വേറൊരു ലെവൽ വികാരമാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഫിഷൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മുടെ ആവോലി, നല്ല ഫ്രഷ് ആവോലി മീൻ പൊരിച്ചത്, നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒറിജിനലായിട്ടുള്ള പെപ്പർ കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ, ആവോലി ഫ്രൈ. എനിക്ക് കൊതിയാവുന്നു. അതുപോലെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന നല്ല മെലിഞ്ഞ സേമിയ കൊണ്ടുണ്ടാക്കിയ പാൽ പായസം, നല്ല അടിപൊളി പായസം. എന്തല്ലേ, ഇതൊക്കെയാണ് എനിക്ക് നാട്ടിൽ പോയാലുള്ള ഒരു വികാരം, ഒരു അനുഭവം.